സമയം May 30 AM 8:30 ആയിട്ടുണ്ട്. രാവിലെ എല്ലാവരും ജോലിക്കൊക്കെ പോകാനുള്ള തിരക്കിലായിരിക്കും അല്ലേ? വെക്കേഷൻ ആയതുകൊണ്ട് അമ്മമാരൊക്കെ കുരുത്തം കെട്ട പിള്ളേരെ കൊണ്ട് ബുദ്ധിമുട്ടുമായിരിക്കും. അങ്ങനെയൊന്നല്ല കേട്ടോ, അവരൊക്കെ നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളാണ്. അത് പറഞ്ഞപ്പോൾ ഇന്നലെ മറ്റൊരു കാര്യം ഓർമ്മ വന്നേ. ഇന്നലെ ഞാൻ നമ്മുടെ മട്ടാഞ്ചേരി വഴി പോണ സമയത്ത് 3-4 പിള്ളേര് തിരക്കിട്ട് അങ്ങോട്ട് ഓടണ കണ്ടു കേട്ടോ. ഒരു കൗതുകത്തിന് അവരെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, എവിടേക്കാ ഓട്ടം? അതിനൊരു ഉത്തരവ് ഒപ്പം തന്നെ കിട്ടി, ചേച്ചി ഞങ്ങളുടെ പറവയാണ് നാളെ. ഇത് കേൾക്കുമ്പോൾ മറ്റ് സ്ഥലക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷെ ഇതിനെക്കുറിച്ച് അറിയാത്ത മട്ടാഞ്ചേരിക്കാർ ഉറപ്പായും ഉണ്ടാവില്ല. കാരണം അവർക്ക് പറവാന്ന് പറഞ്ഞാൽ അത്രയും ക്രേസാണ്. അതെ, നമ്മുടെ സൗബിനിക്ക ഒരു സിനിമയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്ത പറവയില്ലേ, അത് തന്നെ. പറഞ്ഞു വന്നപ്പോൾ ഒരു 48 കൊല്ലത്തെ ചരിത്രം പറയാനുണ്ടായിരുന്നു കേട്ടോ അവർക്ക്. അതെ, ആകാശത്ത് ഇങ്ങനെ ചിറക് വിരിച്ചു പറന്ന ഒരു 48 വർഷത്തെ ചരിത്രം. ആക്ച്വലി ഈ ഒരു സംഭവം തായ്വാനിൽ എന്തുവാണ് ആദ്യം തുടങ്ങിയതെന്നാ പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് പറന്ന് പറന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലും എത്തി. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ പ്രാവുകളൊക്കെ മട്ടാഞ്ചേരിക്കാരുടെയും ഫോർട്ട് കൊച്ചിക്കാരുടെയും ഇടനെഞ്ചിലാണ് കേട്ടോ കൂട്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതവർക്കൊരു ഉത്സവം തന്നെയാണ്. പറവകൾക്കായിട്ട് സ്വന്തം മക്കളുടെ പഠിപ്പും കല്യാണവും എന്തിനേറെ പറയുന്നു, അവരുടെ എന്ത് ആവശ്യങ്ങളും മാറ്റിവെച്ചിട്ട് ഈ പറവകൾക്കായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് ഒരു മടിയും ഇല്ല കേട്ടോ. മറ്റു സ്ഥലങ്ങളിൽ യുവാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെടുന്ന സമയത്ത് നമ്മൾ ഇവിടെ കാണുന്നത് പറവകൾക്ക് ചുറ്റും നടന്ന് അവരെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം യുവാക്കളെയാണ്. സത്യം പറഞ്ഞാൽ അവരൊക്കെ സ്വന്തം കുടുംബത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് പറവകളെയാണ് എന്ന് ചിലപ്പോൾ തോന്നിപ്പോ കേട്ടോ. ഈ പറവകളെ നോക്കി അവരെ വളർത്തി ട്രെയിൻ ചെയ്ത് ടൂർണമെന്റിന് ആകാശത്തേക്ക് പറത്തി വിടും എൻ്റെ സാറേ. ഒരു പക്ഷേ അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ തന്നെയായിരിക്കും അല്ലേ ആ പറവകൾ എന്ന് പറയുന്നത്. സ്വപ്നങ്ങൾ തന്നെയായിരിക്കും ഇങ്ങനെ പറന്ന് ആകാശത്തോട് പൊങ്ങുന്നുണ്ടാവുക. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് എന്തായാലും ടൂർണമെന്റ് സ്റ്റാർട്ട് ആവും കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ മട്ടാഞ്ചേരി വഴി പോകുമ്പോൾ ഒന്ന് ആകാശത്തേക്ക് നോക്കാൻ മറക്കണ്ട. അവിടെ പാറി പാറി ഒരുപാട് പ്രാവുകളും ഒത്തിരി സ്വപ്നങ്ങളും ഇങ്ങനെ നടക്കുന്നുണ്ടാവും കേട്ടോ. ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, പക്ഷെ തൽക്കാലം ഒരു കുട്ടി സോങ് ബ്രേക്ക് ആണ്. ദിസ് ഇസ് മീ ആജി ആഗ്ന. യു ഗൈസ് സ്റ്റേ ട്യൂൺഡ്. വാ, എത്ര നാളാക്കി വേണ്ടേക്കെ പ്രായമുള്ളപ്പോൾ ഇത്രയും കണ്ടു തുടങ്ങിയ പ്രാവിനെയൊക്കെ. എത്ര ടൂർണമെൻ്റായി, ഇത്ര എണ്ണമൊന്നും ഓർമ്മ കൂടിയില്ല. ആയിരത്തി 1979 ഇവിടെ പ്രാവ് സംബന്ധമായിട്ട് ഒരു ടൂർണമെൻറ്റ് നടത്താൻ തീരുമാനിച്ചത്. ആദ്യമായിട്ട് പറപ്പിച്ചത് രാജീഷോ 1 മണിക്കൂറും 36 മിനിറ്റ് എങ്ങാണ്ടാണ് പറപ്പിച്ചത്. അതിനുശേഷം ഇന്ന് വലിയൊരു ടൈമിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് കൊച്ചിയിൽ. 79-80 കാലഘട്ടത്തിൽ തന്നെ NPFA എന്ന് പറഞ്ഞ ഒരു നാഷണൽ ടൂർണമെൻറ്റ് തുടങ്ങിയിട്ടുണ്ടായി. ആദ്യമായിട്ട് ഇവിടെ കൊച്ചിയിൽ ഡോക്ടർ രാജേഷാണ് 13.5 മണിക്കൂർ 13 സംതിങ് പറത്തിയത്. ഇപ്പോൾ കൊച്ചി സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരു 3 വർഷം ആയിട്ടുള്ളൂ 18 മണിക്കൂർ മേപ്പോട്ട് പറത്താം എന്നുള്ളത്. കാരണം ഇവിടെ 12 മണിക്ക് ശേഷം പ്രാവ് പറന്നാൽ ക്യാൻസൽ അല്ലെങ്കിൽ ചാൻസ് അല്ലെങ്കിൽ ആ പ്രാവ് ഇറങ്ങണം, അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കുറച്ച് നാൾ കഴിഞ്ഞ് അങ്ങനെ അവരിൽ 2-3 പേര് തർക്കങ്ങളായി. അവർ പോയിട്ട് വേറൊരു കമ്മിറ്റി ഉണ്ടാക്കി, അത് CDFA എന്ന് പറഞ്ഞു. ഇപ്പോഴും തുടർച്ചയായിട്ട് നടന്നു പോകുന്നുണ്ട്, നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ 2 കമ്മിറ്റിയായി. അതൊരു 4-5 വർഷം അങ്ങനെ 2 കമ്മിറ്റിയായിട്ട് പോയി. പിന്നെ ഇപ്പോൾ OPFA എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റിയും കൂടിയാണ് അത്. അങ്ങനെ 3 കമ്മിറ്റിയാണ് ഇവിടെ കൊച്ചിയിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പം ഏകദേശം നമ്മളിവിടെ സീസണായി. ഇനിയിപ്പോൾ മാർച്ചോടുകൂടെ പ്രാവിന് ചിറക് പെയ്ത് വിടാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. ആദ്യം ഇവിടെ നമ്മൾ എല്ലാവരും പേമ്പെള്ളത്തിൽ ടിക്ടോക്സ് എന്ന് പറഞ്ഞൊരു ഒരു കെമിക്കലാണ്, അതിൽ മുക്കി അതിനുള്ള ദേഹത്ത് പേന് കാര്യങ്ങൾ ഈച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കളഞ്ഞ് എല്ലാ പ്രാവിനും കൂട് മൊത്തം അടിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ചിറക് വലിക്കലാണ്. അതിന് മുമ്പായിട്ട് വിരളക്കലുണ്ട്. ചിറക് ചില പ്രാവുകൾക്ക് തിരിഞ്ഞു വരും. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ വിറ്റാമിൻ എന്തെങ്കിലും കൊടുക്കുക, സി കോഡാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. നമ്മളിതിൽ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഇപ്പോൾ ഈ വർഷം നമ്മൾ പറത്തിയ പ്രാവ് അടുത്ത വർഷത്തേക്ക് നമ്മൾ പറത്താൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ഇതേപോലെ ചിറകിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ഈ വർഷം പറപ്പിക്കുന്ന പ്രാവായിരിക്കില്ല
അടുത്ത വർഷം പറപ്പിക്കുന്നത്. അപ്പോൾ ഈ വർഷം നമ്മൾ എടുത്ത ട്രെയിനിങ് അടുത്ത വർഷം എടുക്കുന്ന പ്രാവുകൾക്ക് ഈ കൊല്ലത്തെ ട്രെയിനിങ് അടുത്ത വർഷത്തെ പ്രാവിന് നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ പ്രാവ് കറക്റ്റ് ആയിരിക്കില്ല. അതിന് വേറെ രീതിയിൽ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പഴയ കാലഘട്ടത്തെ പ്രാവ് എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ ഇങ്ങനെ പറത്തി മേളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്കൊരു നിശ്ചയ ടൈമുണ്ട്, ആ ടൈമിനുള്ളിൽ ഇറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തെ പ്രാവുകൾ എന്ന് പറയുമ്പോൾ അതല്ല. ഇപ്പം കൊച്ചു പിള്ളേരെ അറുതി പറപ്പിക്കുന്നു ഇവിടെ. അതൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ്. അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വലിയ ടൈമൊക്കെ പറപ്പിക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇവിടെ നിലവിൽ കൊടുക്കുന്ന റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 6 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ രാഗിയാണ് സാധാരണ നമ്മൾ കൊടുക്കാറ്. അതിനുശേഷം പ്രാവ് പറവയിലേക്ക് വരുമ്പോൾ നമുക്ക് 10 കടല അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കും. ഇപ്പോൾ കടലിപ്പോൾ ഒരു 1-2 കൊല്ലമായിട്ടുള്ളൂ നമ്മൾ കട കൊടുക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ അതിനുശേഷം പ്രാവ് പറവയിലേക്ക് വന്ന് നമ്മൾ പറവ സ്റ്റൈല് മാറി. പിന്നെ നമ്മൾ ബദാം കൊടുക്കും, ഒരു 2 കൊടുക്കും. പിന്നെ അതിങ്ങനെ 3, 4 അപ്പോൾ രാഗി ഇങ്ങനെ കുറച്ച് വരും. അപ്പോൾ കടല കട്ട് ചെയ്യും. പിന്നെ ഒന്നില്ലെങ്കിൽ ബദാം മാത്രമാക്കും. അത് ഒരു വർഷം നമ്മൾ ഫുള്ള് ബദാം മാത്രമായിട്ട് 1-2 വർഷം അങ്ങനെ പറപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം രാഗിയും ബദാമും കൂടിയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് കടല മാത്രം കൊടുത്തിട്ട് പറപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ ശീലയിൽ ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് പൊക്കി വിട്ടിട്ട് രാത്രി വരെ പറക്കുന്നു. അങ്ങനെ ഒരുപാട് പഠനങ്ങൾ ഇതിലുണ്ട്. ഇതിനുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രാവ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായതിനു ശേഷം മാത്രമേ പഞ്ചായത്തിലേക്ക് വിടുള്ളൂ. ഒന്നാമത് എനിക്ക് വയ്യ. ഒരാൾ രാവിലെ തന്നെ പോയിട്ടുണ്ട് പ്രാവ് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ഉത്തരവാദിത്തം പോയില്ലാണ്ട് നടക്കണേണ്. മക്കളായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി അതുങ്ങായിട്ടൊന്ന് ചെയ്യാൻ കളിക്കുക, അതും ഇല്ല. എൻ്റെ മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ഒട്ടുമിക്ക പെണ്ണുങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. മട്ടാഞ്ചേരിയിൽ എല്ലാവരും പ്രാവ് എന്ന് പറഞ്ഞ് ജീവൻ കളഞ്ഞ് നടക്കണേ. ഇനിയിപ്പോൾ ഒരു ടൂർണമെൻ്റ് ഉണ്ട്, അപ്പോൾ ഒട്ടും കിട്ടൂല. അപ്പോൾ വന്നിട്ട് പറച്ചിലുണ്ട്, ഒന്ന് ദുവാ ചെയ്യും. അത് നമുക്ക് ഇപ്രാവശ്യം കപ്പടിച്ചിട്ട് വേണം അടുത്ത പ്രാവശ്യം നമുക്ക് അത് നിർത്താൻ പോണേണെന്ന്. അതുമില്ല. കപ്പ കടിച്ച് കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും പ്രാവിനെ നോക്കാനും പിടിക്കാനൊക്കെ. എന്നിട്ട് അടുത്ത പ്രാവശ്യം ഇതൊക്കെ തന്നെ. ഇതെപ്പോൾ നടക്കുന്ന കാര്യം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ള പോലെ അവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടല്ലോ. അവർക്ക് രാവിലെ പണിക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുന്നത് രാത്രി ആകുമ്പോൾ അതിനിടയിലുള്ളൊരു ഇതാണ് ഈ പ്രാവിനെ നോക്കുക. പ്രാവിനെ മുട്ടയൊക്കെ ഇതാക്കി അതൊക്കെ ഒരു പ്രാവിനൊക്കെ ഒന്ന് പിരിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് അതുങ്ങൾ പറപ്പിച്ചൊക്കെ വിടുമ്പോൾ അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ക്ഷമിച്ചിങ്ങനെ നടക്കണേന്ന്. മോളെ ഇന്നു ഈ കൊച്ചിത് എവിടെ പോയെന്നാവും മോളെ? ഞാൻ പറ തുടങ്ങിയിട്ടൊരു 10-15 കൊല്ലമായി. 15 വർഷത്തിൽ തന്നെ എനിക്ക് ഒരുപാട് പ്രൈസ് സമ്മാനങ്ങളൊക്കെ നേടാൻ സാധിച്ചു. അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഒരു 8-9 കൊല്ലമായി എംപയറിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്. പാർട്ടിസിപ്പേറ്റ് ആവശ്യപ്പെട്ട് തുടങ്ങിയ എംപയർ ടൈം എടുത്ത് തുടങ്ങും. ആ ടൈം എടുത്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ എംപയർ ആയിരിക്കും പറവടെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. 7 മണിക്ക് ശേഷം 1 മണിക്കൂറിനുള്ള ഒരു തവണ പ്രാവിനെ കാണിച്ചു കൊടുത്താൽ മതി എംപയറിന്. പിന്നെ ഏത് സമയത്താണ് പ്രാവ് ഇറങ്ങുന്നത് ആ സമയത്ത് എംപയർ ടൈം നോട്ട് ചെയ്ത് കുറിച്ച് പാർട്ടിസിപ്പേറ്റിന് ടൈം നൽകുന്നതായിരിക്കും. പിന്നെ ഒരുപാട് റൂൾസുകൾ നമുക്കുണ്ട്. ആ റൂൾസിൽ ഏത് ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും പറവ ക്യാൻസലോ ചാൻസോ അങ്ങനെയുള്ള ഘട്ടങ്ങളിലേക്ക് കടന്നു പോകും. അതെല്ലാം നിയന്ത്രിക്കുന്നതും പറവയെ വിലയിരുത്തുന്നതും ഒരു എംപയറാണ്. ഞാൻ ലാസ്റ്റ് ഇയർ എംപയർ പോയാൽ വിന്നറായിട്ടുള്ള ആളാണ് മിസ്റ്റർ സാനോജി. മക്കളെ ഈ കൊല്ലം നമുക്ക് ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പ്രൈസൊക്കെ അടിച്ചിട്ടുണ്ട്. നിങ്ങളെ കുട്ടികളാണ്, നിങ്ങൾ തന്ന കുട്ടികളാണ്ടാ പറഞ്ഞ് നമുക്ക് പ്രൈസ് മേടിച്ച് തന്നേക്കുന്നത്. ഓക്കെ, അടുത്ത കൊല്ലം നമുക്ക് നോക്കണം. പണിയാണ് ഇത്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പ്രാവിനെ പറപ്പിക്കാന്ന് പറഞ്ഞില്ല നിസ്സാര കാര്യമൊന്നുമല്ല. നമ്മളൊരു 3 മാസം ശരിക്കും കഷ്ടപ്പെടണം ഇതിൻ്റെ പുറകിൽ തന്നെ. വീട്ടിലും പോലും പോകാതെ മക്കളെ കാര്യങ്ങൾ പോലും നോക്കാതെ നമ്മൾ ഇവരെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, അതിനിടയിലും കുറേ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അതൊക്കെ തരണം ചെയ്യണം. പ്രതിസന്ധികൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് കാണുന്നത്. ഇതുണ്ടോ, ഈ കൊല്ലത്തെ എല്ലാ ട്രോഫി മേടിച്ചെന്ന പ്രാവാണിത്. എല്ലാം 6-7 ട്രോഫി മേടിച്ചിട്ട് നാഷണൽ അടക്കം 6-7 ട്രോഫി മേടിച്ച പ്രാവാണ്. ഇതൊരു വൈറസാണ്. പ്രാവ് ഹെൽത്തിയാണ്, എല്ലാ കുഴപ്പം ഒന്നുമില്ല. പക്ഷേ നേടിയില്ലേ അങ്ങനെ കഴുത്ത് ആ ഒരു സംഭവമുണ്ട്. റെഡി ആവണില്ല. എന്തായാലും ഇവ നമ്മളെ കൂട്ടിലുണ്ടാവും. എങ്ങനെയൊക്കെ ഇവനെ നോക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ നമ്മൾ നോക്കും. അത്രയും പ്രിയപ്പെട്ട പ്രാവാണ് നമുക്ക്. സംഭവിച്ചു പോയി, എന്ത് ചെയ്യാം. നമുക്ക് ട്രോഫി പ്രൈസോ സംഭവങ്ങളൊന്നുമില്ല. ഇവരെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തുന്നു, ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് ഇവർ നമുക്കൊരു ടൈം പറക്കാന്നുള്ളത് അതിലും വലിയൊരു സുഖം നമുക്ക് വേറെ ഇല്ല.
അപ്പോൾ ഈ വൈറസുകൾ വന്ന് ഈ പ്രാവുകൾ മരിച്ചു പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇതിനൊരു മറുവർഷം കൂടി ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നി. സോ ഇതിന് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കുറച്ച് ഒഫീഷ്യൽസിനെ മീറ്റ് ചെയ്യുകയും അവരടുത്ത് ഈ കാര്യം ഡിസ്കസ് ചെയ്യുകയും നമ്മൾ ചെയ്തു. സോ അവരടുത്ത് നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അവരൊന്ന് ഷോക്കായി. കാരണം പല സ്ഥലങ്ങളിൽ ഇത് നിർത്തിവെച്ചൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. അവർ പറയുന്നത് ഇതൊരു ആനിമൽ ക്രൂവൽറ്റി ആണെന്നാണ്. കാരണം പ്രാവുകൾ കൂട്ടിലിടുന്നു, അതിനെ ഫ്രീ ആയിട്ട് പറത്തി വിടാതെ അതിനെ ഫോഴ്സ്ഫുള്ളി ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ആനിമൽ ക്രൂവൽറ്റിയുടെ അടിയിലാണ് അവർ കാറ്റഗറൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ നമ്മൾ അവിടെ പോയി കണ്ടതും നമ്മൾ അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്തതും വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവർ ആ പ്രാവുകളെ അവരുടെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആനിമൽ ക്രൂവൽറ്റി ആണെങ്കിൽ പറത്ത് വിട്ട പ്രാവുകൾ പിന്നെ തിരിച്ച് സ്വന്തമായിട്ട് അവരവിടെ കൂട്ടി വരത്തില്ലല്ലോ. സനു സനു കർത്തണ്ണിനെ ഡബിൾ ഗണിനെ വിടാടാ നമുക്ക് നാളെ. നേരത്തെ കൂട്ടി കയറ്റിക്കും. വാ 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 വാടി വാ 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 കേറ് 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 അതെ കേറ് വാ 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 വാ.